ജീവിതത്തിൻ്റെ വളരെ ആദ്യ കാലങ്ങൾ തന്നെ അക്ഷരബോധങ്ങളൊക്കെ ഉറച്ചു തുടങ്ങിയ കാലത്തെ എൻ്റെ വായനാ ഉപകരണങ്ങളിൽ നിരന്തരമായി സന്നിഹിതമായ ഒന്നാണ് പ്രബോധനം. മാതൃഭൂമി വാരികയും പത്രങ്ങളൊക്കെ വായിക്കുന്നതിൻ്റെ കൂടെ എൻ്റെ വീട്ടിലെ അന്തരീക്ഷത്തിൽ ലഭ്യമായ ഒരു ഉപകരണമായിരുന്നു പ്രബോധനം. ആ പ്രബോധനത്തിൻ്റെ വായന അന്നേ തന്നെ എൻ്റെ അറിയാത്ത ഒരു ജീവിതകാലത്ത് തന്നെ എന്നിലേക്ക് മരുങ്ങി വന്ന ഒന്നാണ്. പക്ഷെ കാലങ്ങൾ പിന്നിട്ടപ്പോഴാണ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ ആരംഭിച്ചതോടു കൂടിയാണ് അത് മുന്നോട്ട് വെക്കുന്ന ദർശനപരമായ സുഭഗതയും അത് ഉന്നയിക്കുന്ന ആശയപരമായ സുഭദ്രതയും പ്രബോധനം സംസാരിക്കുന്ന ഭാഷയും അതിൻ്റെ ലാവണ്യപരമായ അനുഭൂതി വിശേഷങ്ങളും എന്നെ നിരന്തരം ആശ്ലേഷിക്കുവാൻ ആരംഭിച്ചത്. അതോടുകൂടി ഞാൻ പ്രബോധനത്തിൻ്റെ ഒരു സ്ഥിരം വായനക്കാരനായി മാറുകയും ചെയ്തു. കാലങ്ങൾ കൊണ്ട് എൻ്റെ ഭാഷയെ, എൻ്റെ ലോകബോധത്തെ, എൻ്റെ ജീവിതഭാവനയെ, എൻ്റെ അപരോന്മുഖത്വത്തെ, എൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പല അപരശോഭകളെ ഒക്കെ നിർണയിക്കുവാൻ പ്രാപ്തി നേടിയ ഒരു വായനാ സാമഗ്രിയായി കാലം കൊണ്ട് പ്രബോധനം എന്നോട് ഒത്തുനിന്നു എന്നതൊരു സത്യമാണ്. ദേശീയവും അന്തർദേശീയവും ഭാഷാപരവും മറുഭാഷാപരവും ലിംഗപരവും സാംസ്കാരികവും സാമൂഹ്യപരവുമായ നവോത്ഥാനപരമായ ഇങ്ങനെയുള്ള നിരവധി ആശയലോകങ്ങളെ വകതിരിച്ച് മനസ്സിലാക്കാനും അന്വയിച്ച് പഠിക്കുവാനും അതിൽ നിന്ന് കൃത്യമായ ഒരു ആത്മബോധത്തെ നിർണയിച്ചെടുക്കുവാനും അതിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു പരിചരണ സാഹചര്യം ഒരുക്കിയെടുക്കുവാനും എന്നെ തീർച്ചയായും നിർബന്ധിച്ചതും എന്നെ പ്രാപ്തമാക്കിയതും എൻ്റെ പ്രബോധനം വായനാകാലമാണ്. ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയ പ്രബോധനം അതിൻ്റെ ഒരു ബിഡ് സൈസിൽ കുത്തിക്കെട്ടാതെ ഇറക്കിയ ഒരു പ്രബോധനമാണ്. അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ, അത് മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ഒരു ആവിഷ്കാര സൗഭകം, അതിൻ്റെ ഭാഷാപരമായ മികവും മേന്മയും, അത് അക്കാലത്തിറങ്ങിയിരുന്ന സാംസ്കാരിക പ്രസാധനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു. അത് മുന്നോട്ട് വെക്കുന്ന മതപരമായ കാഴ്ചപ്പാടിൻ്റെ വിശാലത, അത് ഉന്നയിക്കുന്ന രാഷ്ട്രീയപരമായ വീക്ഷണത്തിൻ്റെ കൃത്യത, അതിൻ്റെ രാഷ്ട്രീയപരമായ ഭദ്രത, അത് മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക വീക്ഷണത്തിൻ്റെ കൃത്യതയാർന്ന വിശകലന മാതിരികൾ, ഇതൊക്കെ ഏതൊരു വായനക്കാരനെയും അക്കാലത്ത് ആശ്ലേഷിക്കുകയും അതിനെ ഹഠാത് ആകർഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു അവതരണവും ഭാഷാപുഷ്കലതയും വിന്യാസ ഭംഗിയും എന്നും പ്രബോധനം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് എന്നെ നിർണയിച്ചത്, എൻ്റെ ജീവിതത്തെ നിർണയിച്ചത്, എൻ്റെ കാലത്തെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ ഭാഷയെയും എൻ്റെ എഴുത്തിനെയും എൻ്റെ വായനയെയും ഒക്കെ നിർണയിച്ചത്. ഈ തരത്തിൽ എൻ്റെ വായനയെ സ്വാധീനിച്ച പ്രബോധനം എന്ന ഒരു വായനാ ഉപകരണം മാത്രമാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടിയും സത്യസന്ധമായും തന്നെ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാൻ കഴിയും.